2 വിവാഹങ്ങളും ഒരേ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. ഞാൻ പോകുന്നതിന് മുമ്പ് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സതീഷ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ എനിക്ക് സമയമില്ല. തിരിച്ചു പോകണം. ഹലോ, ഞാനാ. എന്താ ഉറപ്പിച്ചോ? 2 മാസം കഴിഞ്ഞിട്ട് മതി. ഒരു ദുഃഖാചരണത്തിനുള്ള സമയം വേണമല്ലോ. അത് കഴിഞ്ഞാൽ വിവാഹം ഗംഭീരമായിട്ട് നടക്കും. അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, അവന്റെ അമ്മ അത് നിറവേറ്റും. അവനെ കൊണ്ടുവരേണ്ട സ്ഥലം അറിയാലോ? അറിയാം. ഞാൻ കൊണ്ടുവന്നോളാം. അളിയാ, നീ തട്ടിയെടുത്ത് ഞാൻ ഒരുപാട് മോഹിച്ച പെണ്ണിനെയാ. എനിക്കറിയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം പങ്കുവയ്ക്കേണ്ട അളിയാ. ഇതെന്താ ഇവിടെ? അത് ഒരു സർപ്രൈസ്. തൻ്റെ എല്ലാ കാര്യത്തിലും ഒരു ദുരൂഹതയുണ്ടല്ലോ. നമ്മളിത് എങ്ങോട്ടാ പോന്നേ? വാ പറയാ. അവനെ നോക്കണ്ട, അവൻ ഞങ്ങളുടെ പാർട്ട്ണറാ. പൂട്ടിക്കിടക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് പുനരാരംഭിക്കാൻ പോകുന്ന മാനേജിംഗ് പാർട്ട്ണർ. നീ ഇങ്ങനെ നാണിച്ചു നിന്നാലോ ബാല? ഒരു സൽക്കർമ്മം നടക്കാൻ പോവല്ലേ. ഉദ്ഘാടനം നിന്റെ കൈയോട് തന്നെ ആവട്ടെ. വരണം വരണം. നീ എത്തുമെന്ന് എനിക്കറിയാം. ഏതു പാതാളത്തിലും വന്നെത്തുന്ന മായാവിയല്ല നീ. ഏതായാലും നീ വന്നത് നന്നായി. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുത്തം വേണമല്ലോ. ഇവനെ കൊന്നവന് വേണ്ടി ഉണ്ടാക്കുന്ന ഗോതമുണ്ട നിന്നെ കൊണ്ട് തന്നെ ഞാൻ തീറ്റി. അവിടെ ഗോതമുണ്ട ഇല്ലെന്ന് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞടാ കഴിവട മോനെ. എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവയോ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.